ഒരു പെണ്ണിന് വേറൊരാളായിട്ട് അവിഹിതമുണ്ട്. ഇവക്കാണെങ്കിൽ ഒരു കുഞ്ഞി കുട്ടി ഉള്ളതുകൊണ്ട് തന്നെ കാമുകനെ നല്ലപോലെ മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇവള് കാമുകന്റെ കൂടെ ഇരിക്കുമ്പോൾ കുഞ്ഞ് കരയുന്നത് ഒരു ശല്യമായി തോന്നിയതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് കരയാതിരിക്കാൻ പാലിൽ ഉറക്കുകൂടി ചേർത്ത് കുടിക്കാനായിട്ട് കൊടുക്കും. ഇവളുടെ ഹസ്ബൻഡ് ആണെങ്കിൽ രാവിലെ ജോലിക്കായിട്ട് പോയാൽ പിന്നെ രാത്രി ലേറ്റ് ആയിട്ടാണ് വീട്ടിലെത്തുക. ഒരു ദിവസം ആ ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ആ ചെറിയ കുഞ്ഞിന് ഭയങ്കരമായിട്ട് പനിക്കുന്നു. ഭാര്യേനെയും വീട്ടിൽ കാണുന്നില്ല. വേഗം തന്നെ ഇയാൾ ആ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ എന്തിനാ ഇത്രയും ചെറിയ കുട്ടിക്ക് നിങ്ങൾ ഉറക്കുകുളിക നൽകുന്നതെന്ന് ചോദിക്കുന്നു. ഇയാൾ കുഞ്ഞിനാരും ഉറക്കുകുളികൊന്നും കൊടുക്കാറില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിന് പനി പറഞ്ഞപ്പോഴേക്കും ആ കുട്ടീനെയും കൊണ്ട് വേഗം വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തിയപ്പോഴാണ് വീടിന്റെ മുമ്പിൽ ഭാര്യ അവളുടെ കാമുകനെയും കാണുന്നത്. ഈ ഭർത്താവിന് ഇത് കണ്ടിട്ട് സങ്കടവും വിഷമം ഒക്കെ വരാണ്. ഇയാളാണെങ്കിൽ വേഗം തന്നെ ആ കുഞ്ഞിനെ വീടിന്റെ അടുത്തുള്ള ഒരാളെ ഏൽപ്പിച്ചിട്ട് ആ ഭാര്യനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യും. ആ ഭാര്യനെ അവളുടെ കാമുകനാണ് കൊന്നതെന്ന് കാണിക്കാൻ വേണ്ടി കുറെ തെളിവൊക്കെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഇയാൾ ആ ഭാര്യനെ അങ്ങ് കൊന്നു കളയും. പോലീസ് അന്വേഷിച്ചു വന്നപ്പോൾ ആ ഭാര്യനെ കൊന്നത് അവളുടെ കാമുകനാണെന്ന് തെളിയാണ്. ആ കാമുകനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. ഈ ഭർത്താവാണെങ്കിൽ ആ ഭാര്യന്റെ എല്ലാ ഓർമ്മകളും മറന്നു കളഞ്ഞ് ആ കുഞ്ഞിനെയും കൊണ്ട് പുതിയൊരു ജീവിതം തുടങ്ങാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇങ്ങനെ ഒരു ശിക്ഷ ഇവിടെ അർഹിക്കുന്നുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.